12 ലക്ഷം സൈനികർ മോദിക്കെതിരെ തിരിയുകയാണ്. രാജ്യത്തിന് കാവൽ നിൽക്കുന്നവരുടെ ജീവന് യാതൊരു വിലയുമില്ലാത്ത തരത്തിലാണ് കേന്ദ്ര ഭരണകൂടം മുന്നോട്ട് നീങ്ങുന്നത് എന്ന് കാണിച്ചുകൊണ്ട് സൈനികർ മുഴുവൻ മോദിക്കും ആഭ്യന്തരം കാക്കുന്ന അമിത്ഷായ്ക്കുമെതിരെ തിരിയുകയാണ് ഇപ്പോൾ. എന്നാൽ രാജ്യത്തിന്റെ ധനമന്ത്രി നിർമ്മല സീതാരാമനും ഇപ്പോൾ സൈന്യം ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്ന സ്ഥിതിഗതിയിലാണ്. സൈന്യത്തിന്റെ നവീകരണത്തിനുള്ള ബജറ്റ് വിഹിതം കുറഞ്ഞതിനെയാണ് സമിതി റിപ്പോർട്ടിൽ ചോദ്യം ചെയ്യുന്നത്. തുക അടിയന്തരമായി വർദ്ധിപ്പിക്കണമെന്നും പാർലമെന്ററി സമിതി ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ നിർമ്മലയ്ക്ക് മിണ്ടാതിരിക്കാനാവില്ല. കഴിഞ്ഞിടയ്ക്കാണ് രാജ്യത്ത് സൈനികർക്ക് നൽകുന്ന ആയുധം അദാനിയാണ് നൽകുന്നത് എന്നും അതിനാവശ്യമായ സുരക്ഷിതത്വം ഇല്ല എന്ന തരത്തിൽ രാഹുൽ വീഡിയോ സഹിതം തെളിവുകൾ പുറത്തുവിട്ടത്. ഇസ്രായേൽ ആയുധങ്ങളുടെ കോപ്പി എന്നാണ്. അത്തരത്തിലാണ് രാഹുൽ രാജ്യത്തോട് ഈ കാര്യം വിളിച്ചു പറഞ്ഞത്. അപ്പോൾ വീണ്ടും പ്രതികൂട്ടിലാവുന്നത് മോദി ഭരണകൂടം തന്നെയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇന്ത്യൻ കരസേനയുടെ ആധുനികവൽക്കരണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ച് പ്രതിരോധ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മോദി ഭരണകൂടത്തിനെതിരെ നീങ്ങുകയാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 35,665 കോടിയായിരുന്നു കരസേനയുടെ ബജറ്റ് വിഹിതം. ഇത് 2023-24 സാമ്പത്തിക വർഷത്ത് 37,342 കോടി എന്ന ബജറ്റ് എസ്റ്റിമേറ്റിനേക്കാൾ കുറവായിരുന്നു. 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റ് എസ്റ്റിമേറ്റ് 2,14,577 കോടിയും വിഹിതം 1,91,320 കോടിയുമാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം പുതുക്കിയ എസ്റ്റിമേറ്റ് അനുസരിച്ച് 33,412 കോടി രൂപ സേനയ്ക്ക് അനുവദിച്ചു. എന്നാൽ പക്ഷേ 28,613 കോടി മാത്രമാണ് ചെലവഴിച്ചത്. ഇതാണ് സൈന്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചത് എന്നുള്ളതാണ്. ആയുധങ്ങളും വാഹനങ്ങളും അടക്കമുള്ളവ വാങ്ങുന്നതിന് 330 കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട്. അതിൽ 278 എണ്ണവും ഇന്ത്യൻ കമ്പനികളുമായാണെന്ന് റിപ്പോർട്ടിലുണ്ട്. രാജ്യത്തെ സൈന്യം 12 ലക്ഷം വരുന്ന ശക്തമായ സേനയാണെങ്കിലും ആധുനികവൽക്കരണത്തിൽ പിന്നിലാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. വർദ്ധിച്ചു വരുന്ന ഭീഷണികൾ ഫലപ്രദമായി ചെറുക്കേണ്ടതിനാൽ ഏറ്റവും ആധുനികമായ ആയുധങ്ങൾ സംഭരിക്കുകയും നൂതനമായ സാങ്കേതിക വിദ്യകളും തന്ത്രങ്ങളും സ്വീകരിക്കുകയും വേണമെന്ന് രാധാ മോഹൻ സിംഗ് അധ്യക്ഷനായ സമിതി പ്രതിരോധ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരുന്നു. അയൽ രാജ്യങ്ങൾ പ്രതിരോധ ചെലവിനായി നീക്കിവെച്ചിരിക്കുന്ന തുകയ്ക്ക് ആനുപാതികമായ തുക ഇന്ത്യയും വകയിരുത്തണമെന്നും സമിതി ആവശ്യപ്പെടുന്നുണ്ട്. സേനയുടെ നവീകരണം, അടിസ്ഥാന സൗകര്യ വികസനം, സേനയുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്നിവയ്ക്കുള്ള ചെലവുകൾ കണക്കാക്കിയാണ് സാധാരണ ബജറ്റ് വിഹിതം നൽകുന്നതെന്ന് കമ്മിറ്റികൾ മനസ്സിലാക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ സൈന്യത്തിന്റെ നവീകരണത്തിന് മാത്രമല്ല പ്രാദേശിക സമഗ്രത സംരക്ഷിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ്. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗവ്യ വിളക്ക്, പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര്, ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും 100% ഓർഗാനിക് ആണ്. മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത്. ഡ്രൈ ഫ്രൂട്ട്സിന്റെയൊക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. വാഗമണിൽ സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസ് ആണ് ഇവരിവിടെ സെയിൽ ചെയ്യുന്നത്. മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് 3 മണി വരെയും ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ 8:30 മണി തൊട്ട് രാത്രി 8:30 മണി വരെയാണ് ഈ കടയുടെ സമയം. ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല, ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട്. ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട്. 5 കിലോമീറ്റർ വരെ ഇവരെ തന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ക്രിസ്മസ് ആയതുകൊണ്ട് ഹോം മെയ്ഡ് വൈനും ഇപ്പോൾ ഇവിടെയുണ്ട്. ഇത് ചെറിയൊരു കടയാണ്. കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത്. തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത്. ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്.